മഴ മുന്നറിയിപ്പിലേക്കാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. മേഘന മുരളി ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, എന്തൊക്കെയാണ് പുതിയ മഴ മുന്നറിയിപ്പുകൾ? സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും മഴയുണ്ട്. പാലക്കാടൊക്കെ കനത്ത മഴയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് പത്തനംതിട്ടയാണ്, അടുത്ത ജില്ല ഇടുക്കിയാണ്. ഈ 2 ജില്ലകളിലും നിലവിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 9 ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പ് ഉള്ളത്. കനത്ത മഴയെ തുടർന്ന് നദികളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെ മുന്നറിയിപ്പുകൾ? ഉന്മേഷ, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതിൽ ഇന്ന് ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പും. അതുപോലെ തന്നെ അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് കാലവർഷത്തെ സ്വാധീനിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ, ചിലപ്പോൾ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇത് കാലവർഷത്തെ സ്വാധീനിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതായത് ഈ കാറ്റ് ശക്തമാകുന്നതും വലിയ തരത്തിൽ മഴയുടെ ഒരു സാധ്യത അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത് ഒരു കർശന നിർദ്ദേശം തീരദേശത്തുള്ളവർക്കടക്കം നൽകുന്നു. അങ്ങനെ വരും ദിവസങ്ങളിലും മഴ ശക്തമാകും. അത് നാളെ മധ്യ തെക്കൻ കേരളത്തിലും മഴ കൂടുതലുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പായി വരുന്നത്. അങ്ങനെ മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി, സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.